നമസ്തേ, നമസ്കാരം. പിട്ടാപ്പിള്ളിൽ ഏജൻസീസ് തത്സമയ ജനസഭയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ജനസഭ ഇന്ന് ചേരുന്നത് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽപ്പെട്ട നേമത്താണ്. ശക്തമായ തീപാറുന്ന ത്രികോണ മത്സരത്തിനാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം സാക്ഷ്യം വഹിക്കുന്നത്. സിറ്റിംഗ് എം പി ശശി തരൂർ, കോൺഗ്രസിലെ ശശി തരൂർ വിജയം ആവർത്തിക്കുമോ? ഈ സീറ്റ് നിലനിർത്തുമോ? മുൻ എം പി ആയിട്ടുള്ള പന്ന്യൻ രവീന്ദ്രനെ, CPIയുടെ സ്ഥാനാർത്ഥി, ഇടതുമുന്നണി സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രനെ തിരുവനന്തപുരത്തുകാർ വീണ്ടും ലോക്സഭയിലേക്ക് അയക്കുമോ? രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ ഇവിടെ താമര വിരിയിക്കുമോ? ഈ ചോദ്യത്തിനാണ് ജനസഭ ഇന്ന് ഉത്തരം തേടുന്നത്. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച 3 മുന്നണികളുടെയും പ്രതിനിധികൾ ഇവിടെ അതിഥികളായി എത്തിയിട്ടുണ്ട്. അവരെ പരിചയപ്പെടുത്താം. UDFനെ പ്രതിനിധീകരിച്ച് യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ് നേമം ഷജീറിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. NDA പ്രതിനിധീകരിച്ച് തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലർ കൂടിയായിട്ടുള്ള ശ്രീ തിരുമല അനിൽ, അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. LDFനെ പ്രതിനിധീകരിച്ച് മുൻ ഡെപ്യൂട്ടി മേയറും നിലവിൽ കോർപ്പറേഷൻ കൗൺസിലറുമായ ശ്രീമതി രാഖി രവികുമാറിനെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ എല്ലാ വോട്ടർമാരെയും ജനസഭയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഷജീർ, എങ്ങനെയുണ്ട്? പ്രതീക്ഷ ഉണ്ടോ? വളരെ ശക്തമായ മത്സരമാണ് നടക്കുന്നത്. ശശി തരൂരിനെ തിരുവനന്തപുരത്തെ വോട്ടർമാർ ഇക്കുറിയും ചേർത്ത് പിടിക്കുമോ? എന്താണ് UDFൻ്റെ പ്രതീക്ഷ? 100% അദ്ദേഹത്തെ ചേർത്ത് പിടിക്കും. കഴിഞ്ഞ കാലങ്ങളിലെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം, വികസന കാര്യത്തിൽ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ നിലപാട്, ദേശീയ തലത്തിലുള്ള അദ്ദേഹത്തിൻ്റെ നിലപാട്, രാജ്യം നേരിടുന്ന വിഷയങ്ങളിൽ അദ്ദേഹത്തിന് എടുക്കുന്ന നിലപാട്, എല്ലാ നിലപാടുകളും കൂട്ടി വായിക്കുമ്പോൾ ഈ തിരുവനന്തപുരം തന്നെയല്ല, കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ആഗ്രഹിക്കുന്നത് തരൂരിനെ പോലുള്ള ഒരാൾ പാർലമെൻറ്റിനകത്ത് വരണമെന്നുള്ളതാണ്. അതിനകത്ത് ഒരു സംശയമില്ല. ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് കേവലം ഒരു തെരഞ്ഞെടുപ്പല്ല. നമുക്കറിയാം, ഇനിയൊരു തെരഞ്ഞെടുപ്പ് നടക്കുമോ എന്ന് പോലും തോന്നിപ്പിക്കുന്ന രീതിയിൽ, ആശങ്കപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ഭരണവിരുദ്ധ അല്ലെങ്കിൽ ഭരണഘടനാ വിരുദ്ധമായ നടപടികളിലൂടെ ഒരു ഗവൺമെൻറ് മുമ്പോട്ട് പോകുമ്പോൾ അതിനെ ശക്തമായി ചെറുത്ത് തോൽപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. രാജ്യം എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള ഏറ്റവും വലിയ ചോദ്യം ഉയരുകയാണ്. മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാജ്യത്ത് നിയമങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് മുമ്പോട്ട് പോകുന്നു. മനുഷ്യൻ്റെ മൗലികമായ അവകാശങ്ങളെ ചവിട്ടിമതിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നു. ഒരു സ്റ്റേറ്റ് തന്നെ, ഒരു ഗവൺമെൻറ് തന്നെ വളരെ പച്ചയായി വർഗീയതയും വിദ്വേഷവും വെറുപ്പും രാജ്യത്തെ ജനങ്ങളുടെ മുന്നിൽ ഒരല്പം പോലും ഒളിപ്പില്ലാതെ പറയുന്നു. കേവലം രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കാതെ, വികസനത്തിൻ്റെ രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കാതെ, ജനങ്ങളെ വിഭജിക്കുന്ന ഈ രാജ്യത്തെ ജനങ്ങളെ ചേർത്ത് പിടിക്കുന്നതിന് പകരം അവിടെ ധ്രുവീകരണം നടത്തി തെരഞ്ഞെടുപ്പിലൂടെ, അതല്ലെങ്കിൽ എളുപ്പ കുറുക്ക് വഴിയിലൂടെ അധികാരത്തിലേക്ക് കടന്നു വരുന്നതിന് വേണ്ടി ഒരു തെരഞ്ഞെടുപ്പിനെ പോലും ഉപയോഗിക്കുന്നതാണ് നമ്മുടെ രാജ്യം കണ്ടുകൊണ്ട് മുമ്പോട്ട് പോകുന്നത്. വലിയ നേട്ടങ്ങൾ കൈവരിക്കുമെന്ന അഹങ്കാരത്തോടു കൂടി അധികാരത്തിൽ വന്നവരാണ്. 15 ലക്ഷം രൂപ അക്കൗണ്ടിലേക്ക് ഇട്ടുതരും, അതുപോലെ തന്നെ കള്ളപ്പണം തിരിച്ചു പിടിക്കും, അഴിമതിക്കെതിരെ നിരന്തരം പോരാട്ടം നടത്തുമെന്നെല്ലാം വലിയ വെല്ലുവിളിയും വലിയ ഇതും പറഞ്ഞ ആളുകളാണ് ഇന്ന് അധികാരത്തിലേക്ക് കടന്നു വന്നത്. ഇന്ന് പോലും ഒരു മലയാളം ചാനലിൽ പ്രധാനമന്ത്രി പറഞ്ഞത് എന്താണ്? കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഒന്നും കൂട്ടിയിടാൻ കഴിയില്ല, അവരെ സ്വതന്ത്രമായി വിടണം, രാജ്യത്തെ അഴിമതിക്കാരെ മുഴുവൻ ജയിലിലാക്കണം എന്നൊക്കെ വലിയ വീരവാദമാണ് മുഴക്കുന്നത്. പക്ഷേ അഴിമതിക്കാരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ BJP തന്നെ ഗുണ്ടാ പിരിവ് നടത്തി ഇലക്ട്രൽ ബോണ്ട് പോലുള്ള രാജ്യം കണ്ട വലിയ അഴിമതിക്ക് നേതൃത്വം കൊടുക്കുകയാണ്. അന്വേഷണ ഏജൻസികൾ എന്താണ്? എതിരാളികളെ വേട്ടയാടുന്നതിന് വേണ്ടി, പണപ്പിരിവ് നടത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുകയാണ്. എതിരാളികളെ രാഷ്ട്രീയമായി ഇല്ലാതാക്കാൻ വേണ്ടി ഈ CBI അടക്കമുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് കൊണ്ടുപോകുന്ന രീതിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു നിയമം, രാജ്യത്ത് നിയമങ്ങൾ ഉണ്ടാകുന്നത് മനുഷ്യൻ്റെ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടിയാണ്. ഒരു മതത്തിൻ്റെ പേരിൽ ഒരു നിയമം കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ എത്രത്തോളം ഈ രാജ്യത്തെ അല്ലെങ്കിൽ ഈ കേരളത്തിലെ, ഈ ഭാരതത്തിലെ ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. രാജ്യത്ത് വലിയ സ്വപ്നങ്ങൾ, കേരളത്തിലെ അല്ലെങ്കിൽ രാജ്യത്തെ ജനങ്ങൾക്ക് വലിയ സ്വപ്നങ്ങൾ, വലിയ ഭാവി വാഗ്ദാനം ചെയ്ത ഒരു പ്രധാനമന്ത്രി ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ തൊഴിലില്ലായ്മ നിരക്ക് പോലും സാക്ഷ്യം വഹിച്ചുകൊണ്ട് പോവുകയാണ്. 45% ഉയർന്നിരിക്കുകയാണ്. അപ്പോൾ സമ്പൂർണ്ണമായി ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും നിരാശയിലേക്ക് തള്ളിവിട്ടുകൊണ്ട് ഒരു ഭരണം മുമ്പോട്ട് പോവുകയാണ്. ആകപ്പാടെ പറയാനുള്ളത് പ്രതിമ നിർമ്മാണത്തെക്കുറിച്ച്, വർഗീയതയെക്കുറിച്ച്, ക്ഷേത്ര നിർമ്മാണങ്ങളെക്കുറിച്ച്, അതല്ലാതെ അടിസ്ഥാനപരമായി ഈ നാട്ടിലെ ജനങ്ങളെ ബാധിക്കുന്ന അവരുടെ ഉന്നമനത്തിന് വേണ്ടി, അവരുടെ വികസനത്തിന് വേണ്ടി, അവരുടെ നിലനിൽപ്പിന് വേണ്ടി, അവരുടെ അതിജീവനത്തിന് വേണ്ടി എന്ത് ചെയ്യാമെന്നൊന്നും ഒരു പ്രധാനമന്ത്രിയും ഒരു രാജ്യത്തിൻ്റെ ഭരണവും പറയാത്തൊരു സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ്. അവിടെയാണ് വളരെ ശക്തമായി തരൂരിനെ പോലുള്ള ആളുകളുടെ നിലപാട് നമ്മൾ കണ്ടത്. ലോക രാജ്യങ്ങൾ പോലും അംഗീകരിക്കുന്ന, ലോകത്തിൻ്റെ നെറുകയിൽ
ഈ രാജ്യത്തെ അഭിമാനകരമായി അവതരിപ്പിക്കാൻ കഴിയുന്ന രീതിയിൽ തരൂരിൻ്റെ പല ഇടപെടലുകളും നമ്മൾ കണ്ടതാണ്. നിരവധിയായിട്ടുള്ള പുസ്തകങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. ഏറ്റവും വലിയൊരു ഹിന്ദു മതവിശ്വാസി തന്നെ ഈ രാജ്യത്തിൻ്റെ ഹിന്ദുത്വം അല്ലെങ്കിൽ ഹിന്ദു മതവിശ്വാസം സംരക്ഷിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് തരൂർ തന്നെ മുമ്പോട്ട് പറയുകയാണ്. ഈ രാജ്യത്തെ ഹിന്ദു മതവിശ്വാസികളെയും ഹിന്ദുത്വവാദികളും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് വളരെ കൃത്യമായി നിർവചിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ യഥാർത്ഥ ഹിന്ദു ആര്? തരൂരിനെ പോലുള്ള ഹിന്ദു, ആ ഹിന്ദു മതവിശ്വാസിയുടെ നിലപാടുകൾ രാജ്യം മാതൃകയാക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. കപട ഹിന്ദുത്വം അല്ല തരൂരിൻ്റെത്. അതേസമയം ഹിന്ദു മതവിശ്വാസികളെ കബളിപ്പിച്ചുകൊണ്ട് രാജ്യത്തെ വിഭജിക്കുന്നതിന് വേണ്ടിക്കൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റു മതസ്ഥരെ അപരവൽക്കരിക്കുന്നതിന് വേണ്ടി ഹിന്ദു മതത്തെ ദുരുപയോഗം ചെയ്യുന്ന ഒരു പ്രധാനമന്ത്രിയെയും ഒരു ഭരണകൂടത്തെയും നമ്മൾ കാണുമ്പോഴാണ് അതിൽ നിന്ന് വ്യത്യസ്തമായി ഹിന്ദുത്വം അതല്ല, ഹിന്ദുമതം അതല്ല എന്ന് രാജ്യത്തെ പഠിപ്പിക്കുന്ന രീതിയിലേക്ക് തരൂർ മുമ്പോട്ട് പോകുന്നത്. അദ്ദേഹത്തിൻ്റെ വികസന കാഴ്ചപ്പാടുകൾ നമ്മളെല്ലാവരും കണ്ടതാണ്. നമ്മൾ കടന്നു പോകുന്ന കരമന കളിയിക്കാവുള്ള റോഡ് അദ്ദേഹത്തിൻ്റെ ഇടപെടൽ കൊണ്ടുണ്ടായതാണ്. നമുക്കറിയാം കഴക്കൂട്ടം കാരോട് ബൈപ്പാസ്, വിഴിഞ്ഞം പദ്ധതി, പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾ, ടെക്നോ പാർക്കിലടക്കം നിരവധിയായിട്ടുള്ള കമ്പനികൾ, ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന നിരവധിയായിട്ടുള്ള കമ്പനികൾ, അതെല്ലാം തലസ്ഥാന നഗരത്തിലേക്ക് കൊണ്ടുവന്ന് തലസ്ഥാന നഗരം പോലും ഒരു തലസ്ഥാനം എന്ന് പറയുന്ന രീതിയിലേക്ക് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. പ്രചരണത്തിനെല്ലാം വളരെ ഗംഭീരമായി മുന്നേറുന്നത് നമ്മളെല്ലാവരും കണ്ടു. ജനങ്ങൾ അദ്ദേഹം പോകുന്നിടത്തെല്ലാം തിങ്ങി നിറയുന്നുണ്ട്. വലിയ കൗതുകത്തോടു കൂടി അദ്ദേഹത്തിനെ വരവേൽക്കുന്നതെല്ലാം നമ്മൾ കാണുന്നുണ്ട്. ഞാൻ ഇപ്പോഴും പറയുന്നു, കളങ്കമില്ലാത്തൊരു മനുഷ്യൻ, രാഷ്ട്രീയ നേതാവ് തരൂർ, അതിലൊന്നും ഒരു സംശയവുമില്ല. ഒരു ഇഞ്ചിൻ്റെ അഴിമതി പോലും നടത്താതെ അഭിമാനത്തോടു കൂടി ഞാൻ 15 വർഷം ഇവിടെ പ്രവർത്തിച്ചിട്ടും ഒരു അഴിമതി പോലും അതിനൊന്നും നേതൃത്വം കൊടുത്തിട്ടില്ല എന്ന് അഭിമാനത്തോടു കൂടി പറയാൻ, തെരഞ്ഞെടുത്ത ജനങ്ങളെ വഞ്ചിച്ചിട്ടില്ല എന്ന് അഭിമാനത്തോടു കൂടി ആത്മവിശ്വാസത്തോടു കൂടി പറയാൻ കഴിയുന്ന രീതിയിൽ 15 വർഷം അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെയും ഏറ്റവും വലിയ ആത്മവിശ്വാസം. തിരുമലാനെ വർദ്ധിച്ച ആത്മവിശ്വാസത്തോടു കൂടി പറയുന്നു ശശി തരൂർ വിജയം ആവർത്തിക്കും എന്ന്. ഇവിടെ ഈ മണ്ഡലത്തിൽ NDA മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം എന്താണ്? വികസനത്തിൻ്റെ രാഷ്ട്രീയമാണോ, അത് ശശി തരൂരിനെ തളയ്ക്കാൻ ആവുമോ? ഈ തെരഞ്ഞെടുപ്പ് വളരെയധികം പ്രാധാന്യമുള്ളൊരു തെരഞ്ഞെടുപ്പാണ്. കഴിഞ്ഞ 15 വർഷം ഒരു ജനപ്രതിനിധിയെ ഈ തിരുവനന്തപുരത്ത് നിന്ന് ജനങ്ങൾ തിരഞ്ഞെടുത്തയച്ചു. ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ട ഇപ്പോൾ എൻ്റെ സഹപ്രവർത്തകനിവിടെ പറഞ്ഞതുപോലുള്ള വിഷയങ്ങളല്ല, മറിച്ച് ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന വലിയ വികസനക്ഷേമ പ്രവർത്തനങ്ങളുണ്ടല്ലോ, അത്തരം വികസനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത്തവണ കേരളത്തിലെ ജനങ്ങളും തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ 15 വർഷം മുമ്പ് ഒരു ജനപ്രതിനിധിയെ തിരഞ്ഞെടുത്തു. എന്ത് വികസനക്ഷേമ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്? ഏതെങ്കിലും ഒരു വികസന പ്രവർത്തനം എടുത്തു പറയുവാൻ പറ്റുന്ന ഒരു വികസന പ്രവർത്തനം നടത്തിയെന്ന് പറയാൻ സാധിക്കുമോ? ഇപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു പോയിന്റ് എന്താണ്? കരമന കളിയിക്കാവുള്ള ദേശീയപാത എവിടെ എത്തി? കളിയിക്കാവുള്ള കരമന ദേശീയപാത കഴിഞ്ഞ 25 വർഷമായിട്ട് എവിടെ എത്തി നിൽക്കുന്നു? അദ്ദേഹം പറഞ്ഞ കാരോട് ബൈപ്പാസിനെ കുറിച്ചിട്ടാണ്. നരേന്ദ്രമോദി സർക്കാർ ഏതാണ്ട് 1143 കോടി രൂപ ചെലവഴിച്ച് ആ കഴക്കൂട്ടം കാരോട് ബൈപ്പാസ് നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുന്നത് വികസന പ്രവർത്തനങ്ങളാണ്. 2014 മുതൽ 2024 വരെയുള്ള 10 വർഷക്കാലം നരേന്ദ്രമോദി സർക്കാർ ഈ രാജ്യത്ത് നടപ്പാക്കിയിട്ടുള്ള വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾ ചർച്ച ചെയ്യപ്പെടും, അതിന് യാതൊരു സംശയവുമില്ല. ഞാൻ ചോദിക്കട്ടെ, ഒരു പഞ്ചായത്ത് മെമ്പർ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഇവിടുത്തെ ജനപ്രതിനിധികൾ 2 പേർക്കും അവസരം കൊടുത്തുള്ള ജനങ്ങൾ നടത്തിയിട്ടുണ്ടോ? അത്തരം വികസന പ്രവർത്തനങ്ങൾ എടുത്തു പറയുവാൻ ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കൊണ്ടുവന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ തങ്ങളുടേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന രീതി ശരിയായിട്ട് ജനങ്ങൾ അല്ലെങ്കിൽ വോട്ടർമാർ അത് തിരിച്ചറിയും എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ വോട്ടർമാർ ചിന്തിച്ചു തുടങ്ങിയിട്ടുള്ളത്. ഇവിടെ എന്താണ്? പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിട്ടുള്ള ഒട്ടനവധി പദ്ധതികൾ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ 2016 പ്രഖ്യാപിച്ച പദ്ധതിയുണ്ട്, എല്ലാവർക്കും ഭവനം, പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി. ആ പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി ഫലപ്രദമായി ഈ തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ നടപ്പാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഭവനം എന്നുള്ള പദ്ധതി ഫലപ്രദമായി നടപ്പാക്കി. വളരെ ഫലപ്രദമായി മറ്റൊരു പദ്ധതി നടന്നുകൊണ്ടിരിക്കുന്നു, എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കുക. 2024 ഡിസംബർ ആകുമ്പോൾ പൈപ്പിലൂടെ കുടിവെള്ളം എത്താത്ത ഒരു വീട് ഇന്ത്യ മഹാരാജ്യത്ത് ഉണ്ടാകാതിരിക്കാൻ പാടില്ല. ഇവിടെ പ്രധാനമന്ത്രിയുടെ ആ ഒരു സങ്കല്പം, അതിനടിസ്ഥാനമായിട്ട് ഏകദേശം 4.5 ലക്ഷം 5 ലക്ഷം കണക്ഷനുകൾ ഇതിനകം തിരുവനന്തപുരത്ത്, ഞാൻ അതിൻ്റെ വ്യക്തമായ കണക്ക് പിന്നീട് ഞാൻ സൂചിപ്പിക്കാം, കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഫലപ്രദമായി ആ പദ്ധതി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് പദ്ധതി എത്ര പേർക്കാണ് കേരളത്തിൽ പ്രയോജനം ചെയ്തുകൊണ്ടിരിക്കുന്നത്? പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച പദ്ധതി. ആ പദ്ധതിയിൽ തിരുവനന്തപുരം അടക്കമുള്ള സംസ്ഥാന പാർലമെന്റ് മണ്ഡലങ്ങളിൽ
എത്ര പേർക്കാണ് അത് പ്രയോജനം ചെയ്തുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ ആരോഗ്യരംഗത്ത് ആയുഷ്മാൻ ഭാരത് കൊണ്ടുവന്നിരിക്കുന്നു. എല്ലാവർക്കും ഗ്യാസ് കണക്ഷൻ കൊടുക്കുന്ന പദ്ധതി പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച പദ്ധതിയാണ്. ഉജ്ജ്വൽ യോജന പ്രകാരം ആ പദ്ധതി ഫലപ്രദമായി നടന്നുകൊണ്ടിരിക്കുന്നു. ഒട്ടനവധി പദ്ധതികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, എന്തിനാണ് ഈ തെരഞ്ഞെടുപ്പിൽ വീണ്ടും 15 വർഷം മുമ്പ് ജയിപ്പിച്ചു വിട്ട ഒരു ജനപ്രതിനിധി 15 വർഷം ഈ പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങളെ പിന്നോട്ടടിച്ച ഒരു ജനപ്രതിനിധിക്ക് ഇനി ഒരു അവസരം കൊടുക്കണോ? അതാണ് ഇവിടുത്തെ വോട്ടർമാർ ചിന്തിക്കുന്നത്. അപ്പോൾ വികസന കാഴ്ചപ്പാടുള്ള ഒരാൾ ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെടണം. ഏതായാലും 2024 നടക്കുവാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി സർക്കാർ മൂന്നാമത് ഈ രാജ്യത്ത് അധികാരത്തിൽ വരും. അപ്പോൾ തിരുവനന്തപുരം പാർലമെന്റിൽ നിന്ന് ജയിക്കുന്ന ജനപ്രതിനിധി ഇവിടെ ഒട്ടനവധി വികസന കാഴ്ചപ്പാടുകൾ നടത്തുവാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു തീരുമാനത്തിലൂടെ മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ഇവിടെ വോട്ടർമാർ ചിന്തിക്കുന്നത്. ഇവിടെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരൻ വൻ ഭൂരിപക്ഷത്തോടു കൂടി തിരുവനന്തപുരം പാർലമെന്റിൽ വിജയിച്ചു വരും. ഒരു മാറ്റം ഇവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ധീരമായ ചില തീരുമാനങ്ങൾ പിന്നീട് ചിലപ്പോൾ ചർച്ചയിൽ വരുന്ന വിഷയങ്ങളായിരിക്കും ഈ രാജ്യത്ത് നടപ്പാക്കിയിട്ടുണ്ട്. അത്തരം ധീരമായ തീരുമാനങ്ങൾ എടുത്തൊരു സർക്കാരാണ് നരേന്ദ്രമോദി സർക്കാർ. ഈ രാജ്യത്ത് നമുക്കറിയാം, ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക പദവിയായാലും ശരി തന്നെ. ഇപ്പോൾ ക്ഷേത്ര നിർമ്മാണത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞു. ഇനി ഒരിക്കൽ പോലും ഈ നാട്ടിലെ ഹിന്ദുവിനെയും മുസൽമാനെയും മാറ്റി നിർത്തി ഡിസംബർ 6 ജനാധിപത്യത്തിനേറ്റ കളങ്കമാണ് എന്ന് ഒരിക്കലും പറയാൻ സാധിക്കില്ല. രണ്ട് സമുദായവും എത്രയോ നാളുകൾ ഈ നാട്ടിലെ രാഷ്ട്രീയക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിദ്ധരിപ്പിച്ച പ്രശ്നം ശാശ്വതമായ പരിഹാരം കണ്ടില്ലേ? അയോധ്യയിലെ രാമജന്മസ്ഥാനത്ത് രാമക്ഷേത്ര നിർമ്മാണം അത് ധീരമായ തീരുമാനമാണ്. മാത്രമാണോ നോട്ട് നിരോധനം പോലുള്ള തീരുമാനങ്ങൾ ഈ രാജ്യത്ത് വന്നു. വലിയ രീതിയിൽ കോലാഹലം ഉണ്ടായല്ലോ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ. എന്താ സംഭവിച്ചത്? എനിക്കും ഈ ഇരിക്കുന്ന ആർക്കെങ്കിലും നോട്ട് നിരോധനത്തിന്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ യാതനകളോ വേദനകളോ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടോ? ധീരമായ തീരുമാനം നരേന്ദ്രമോദി സർക്കാർ എടുത്തിട്ടില്ലേ? അത്തരം തീരുമാനങ്ങളിലൂടെ തന്നെ വരും സമയങ്ങളിൽ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. ഏതായാലും ശരി തന്നെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ മുൻനിർത്തിയിട്ടായിരിക്കണം ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഇവിടുത്തെ ജനങ്ങൾ വോട്ട് ചോദിക്കുന്നത്, അല്ലെങ്കിൽ ജനങ്ങളോട് വോട്ട് ചോദിക്കുന്നത്. ഏതായാലും നരേന്ദ്രമോദി സർക്കാർ നടത്തിയിട്ടുള്ള ഒട്ടനവധി വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ ചർച്ചയാകും. അതിലൂടെ NDA ദേശീയ ജനാധിപത്യ സഖ്യ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരൻ വിജയിക്കും എന്നുള്ളത് തന്നെയാണ്, അതിന് യാതൊരു സംശയവുമില്ല. ശ്രീമതി രാഖി രവികുമാർ, വികസനം ചർച്ച ചെയ്യും, ദേശീയ രാഷ്ട്രീയത്തിലെ പല വിവാദ വിഷയങ്ങൾ അത് ചർച്ച ചെയ്യും. എനിക്കറിയേണ്ടത് സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനം കൂടി ഈ തെരഞ്ഞെടുപ്പിൽ വിലയിരുത്തപ്പെടുമോ എന്നാണ്. സംസ്ഥാന സർക്കാരിന് മാത്രമല്ല, ഇവിടെ സൂചിപ്പിച്ച പല വിഷയങ്ങളുണ്ട്. ഇവിടുത്തെ സ്ഥാനാർത്ഥികളെക്കുറിച്ച് ആദ്യം ഒന്ന് പരിശോധിക്കണം. ഇവിടെ സൂചിപ്പിച്ച കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ നിന്ന് ജയിച്ചു പോയ ശ്രീമാൻ ശശി തരൂർ ഈ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിന് നൽകിയ സംഭാവനകളെക്കുറിച്ച് അവിടെയും ഇവിടെയും തൊടാതെ ബഹുമാനപ്പെട്ട UDFൻ്റെ പ്രതിനിധി ഇവിടെ സൂചിപ്പിച്ചു. നെഞ്ചത്ത് കൈവച്ച് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഏതെങ്കിലും ഒരു പ്രദേശത്ത് തിരുവനന്തപുരത്തെ ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് MP ആയിരുന്ന ശ്രീമാൻ ശശി തരൂർ എന്തെങ്കിലും സംഭാവനകൾ ചെയ്തു തന്നു എന്ന് പറയാൻ സാധിക്കില്ല എന്നത് ഞങ്ങൾക്ക് ജനങ്ങളിൽ നിന്ന് കിട്ടിയ മറുപടിയാണ്. എന്നാൽ കാലാകാലങ്ങളിൽ ഇവിടെ ചില തരത്തിലുള്ള ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ വിജയം ഈ രാജ്യത്തിന് പ്രിയങ്കരമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കാലാകാലങ്ങളിൽ, കഴിഞ്ഞ കാലങ്ങളിലാണെങ്കിൽ പോലും നമ്മുടെ നാട്ടിൽ അത്തരത്തിലൊരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംവിധാനത്തിൽ ന്യൂനപക്ഷ സമുദായങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഒരുമിച്ചുകൊണ്ട് നമ്മുടെ ശശി തരൂരിന് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യം. പക്ഷേ ഒരു പ്രതിനിധി എന്ന നിലയിൽ, ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹം ഒരു വലിയ പരാജയമായിരുന്നു എന്ന് ഈ നാട്ടിലെ ജനത ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സംസാരിച്ച പല കാര്യങ്ങളുണ്ട്. നമ്മുടെ നാടിൻ്റെ ക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ചും അതോടൊപ്പം തന്നെ ഇവിടെ അയോധ്യ നിർമ്മാണ ക്ഷേത്ര നിർമ്മാണത്തെക്കുറിച്ചുമൊക്കെ സൂചിപ്പിച്ചു. ഈ രാജ്യത്തിൻ്റെ അവസ്ഥ ഇന്ന് എന്താണ്? പട്ടിണി സൂചികയിൽ 111 സ്ഥാനത്തേക്ക് രാജ്യം 125 പേരിൽ പിന്തള്ളപ്പെട്ടു പോയ ഇന്ത്യ മഹാരാജ്യത്ത് ബഹുഭൂരിപക്ഷം ജനങ്ങളും ഒരു നേരത്തെ ആഹാരം പോലും കഴിക്കാൻ നിവൃത്തിയില്ല എന്ന് സൂചിപ്പിക്കുമ്പോൾ ഇവിടെ അയോധ്യ ക്ഷേത്ര നിർമ്മാണത്തിലൂടെ നാട്ടിലെ ജനങ്ങളുടെ പട്ടിണി പരിഹരിച്ചു എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ഇത് ഒരു മതനിരപേക്ഷ രാജ്യമാണ്. ബഹുമാനപ്പെട്ട NDAയുടെ പ്രതിനിധി അങ്ങ് മനസ്സിലാക്കണം. ഈ മതനിരപേക്ഷ രാജ്യത്ത് എല്ലാ മതങ്ങളും ഒരുപോലെ അനുവർത്തിച്ചു വരുന്ന ചില സംവിധാനങ്ങളുണ്ട്. കാലാകാലങ്ങളിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാരായിരുന്നവർ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പലതരത്തിലുള്ള നിലപാടുകൾ സ്വീകരിച്ചു. എന്നാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ന് ചില മതങ്ങൾക്ക് വേണ്ടി മാത്രം രാമക്ഷേത്ര നിർമ്മാണത്തിൻ്റെ പ്രിയങ്കരനായിട്ടുള്ള വ്യക്തിയാകുന്നു, പ്രതിഷ്ഠാ നിർമ്മാണം നടത്തുന്നു, മറ്റു കാര്യങ്ങൾ ചെയ്യുന്നു. ഇവിടെ മതാചാര്യന്മാർ ഉൾപ്പെടെ ഉള്ളതെല്ലാം അതിനെ തള്ളിക്കളയുകയാണ്.
ക്ഷേത്ര നിർമ്മാണത്തിനല്ല ഇവിടെ പ്രസക്തി എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ നാട്ടിലെ കർഷകർ, യുവജനങ്ങൾ, അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾ, സ്ത്രീകൾ, ന്യൂനപക്ഷങ്ങൾ, ദളിത് വിഭാഗങ്ങൾ, അങ്ങനെ തൊഴിലവസരങ്ങൾ ഇല്ലാത്ത തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ രാജ്യത്തിന്റെ തൊഴിൽ ക്ഷേമ നിയമ പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ ഇടങ്കോല് വിട്ടുകൊണ്ട് കൊണ്ടുപോയ കഴിഞ്ഞ കാലത്തെ പ്രവർത്തനങ്ങൾ നിങ്ങൾ വിലയിരുത്തുന്നതിന് പകരം ക്ഷേത്ര നിർമ്മാണമാണ് നിങ്ങൾ ഇതിന് മുന്നോട്ട് വെക്കുന്നത്, ഈ രാഷ്ട്രീയത്തിൽ മുന്നോട്ട് നിൽക്കുന്നതെങ്കിൽ നിങ്ങളുടെ രാഷ്ട്രീയം എന്ത് എന്ന് ഇവിടുത്തെ സാധാരണ ജനത തിരിച്ചറിയും. അത്തരത്തിലല്ല ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾ. ഈ നാട്ടിൽ ഇപ്പോൾ നമ്മുടെ ഇവിടെ പ്രിയങ്കരനായിട്ടുള്ള സഖാവ് പന്ന്യനാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. 3.5 വർഷക്കാലം മാത്രമാണ് അദ്ദേഹത്തിന് ഈ തിരുവനന്തപുരത്തിന്റെ പാർലമെന്റിലെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിക്കുവാൻ അല്ലെങ്കിൽ ഒരു MP ആയി അദ്ദേഹം പോയിട്ടുള്ളത്. ആ 3.5 വർഷക്കാലത്ത് തിരുവനന്തപുരം നഗരത്തിന് മാത്രമല്ല നമ്മുടെ രാജ്യത്തെ ഒരു ഇടതുപക്ഷ നിലപാടുകൾ സ്വീകരിക്കുന്ന കാര്യത്തിൽ, ജനക്ഷേമകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് വെക്കുന്ന കാര്യത്തിൽ, അതോടൊപ്പം തന്നെ നാട്ടിൽ തൊഴിലുറപ്പ് നിയമം ഉൾപ്പെടെയുള്ളത് പാസ്സാക്കുന്നതിലൊക്കെ വലിയ പങ്ക് വഹിക്കുകയും നാട്ടിൽ എവിടെ സഞ്ചരിച്ചാലും, ഇപ്പം തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇതിപ്പോൾ നിയമമണ്ഡലമാണ്. ഈ നിയമമണ്ഡലത്തിൽ നമുക്കറിയാം കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടുത്തെ ജനതയ്ക്ക് ഒരു അബദ്ധം പറ്റിയതിനെ അടുത്ത തെരഞ്ഞെടുപ്പിൽ അതിനെ മാറ്റി എഴുതി. തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ കേരളത്തിൽ BJPയുടെ നിയമസഭാ സ്ഥാനാർത്ഥിയുടെ ലിസ്റ്റിൽ പോലും 0 നമ്മൾ. അപ്പോൾ ഈ തിരുവനന്തപുരം ജനതയ്ക്ക് ഒരു അബദ്ധവും ഇനിയും പറ്റില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. ഈ നാട്ടിൽ ഒരു ജനപ്രതിനിധി ഉണ്ടാവണം. ഞങ്ങൾക്ക് വന്നു കയറി യാത്ര ചെയ്ത് ഇതൊരു ഇടതാവളമായി മാത്രം കരുതുന്ന ശശി തരൂരിനെയോ രാജീവ് ചന്ദ്രശേഖരനെയോ അല്ല വേണ്ടത് എന്ന് തിരുവനന്തപുരം ജനത തിരിച്ചറിയും. ഈ നാട്ടിൽ സാധാരണക്കാരനോടൊപ്പം സഞ്ചരിക്കുന്ന, ഇവിടുത്തെ തൊഴിലാളികളോടൊപ്പം സഞ്ചരിക്കുന്ന, സാമൂഹ്യ പ്രവർത്തകരോടൊപ്പം സഞ്ചരിക്കുന്ന, നമ്മുടെ കലാപ്രേമികളോടൊപ്പം സഞ്ചരിക്കുന്ന, ഫുട്ബോൾ പ്രേമികളോടൊപ്പം സഞ്ചരിക്കുന്ന, വികസന പ്രവർത്തനങ്ങൾ ഒരുമിച്ച് നിൽക്കുന്ന, ജനനിലപാടുകൾ എടുക്കാൻ പറ്റുന്ന മതനിരപേക്ഷ ഇന്ത്യക്ക് വേണ്ടി എന്നും പൊരുതാൻ കയറായ LDFന്റെ പ്രതിനിധി ഇവിടെ തെരഞ്ഞെടുക്കപ്പെടും. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യും. ഈ നാട്ടിൽ കേരളത്തിൽ നിങ്ങൾ ഇവിടെ കേരളത്തിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് വിലയിരുത്തുമോ എന്ന് പരിശോധിച്ചു. കേരളം എന്തിനാണ് കുറവുള്ളതെന്ന് നിങ്ങളത് പരിശോധിക്കണം. നീതി ആയോഗിന്റെ റിപ്പോർട്ട് നിങ്ങൾ കണ്ടുവരുന്നതാണ്. നീതി ആയോഗ് ഈ സംവിധാനത്തിൽ ഏത് പ്രകാരമുള്ള പരിപാടികൾ പരിശോധിച്ചാലും ആദ്യം അവാർഡ് പ്രഖ്യാപിക്കേണ്ടി വരുന്നത് നമ്മുടെ കേരളത്തിലാണ്. സ്വാഭാവികമായും കേരളം എന്തിനെങ്കിലും പുറകോട്ടുണ്ട്. ഇവിടെ ഞങ്ങൾക്ക് ആരുടെയും ഒരു ഗ്യാരണ്ടിയുടെയും ആവശ്യമില്ല. കേരളം എല്ലാ പ്രവർത്തനങ്ങളിലും ആദ്യമേ മുന്നോട്ട് പോയ ഒരു തലസ്ഥാന നഗരിയാണ്, ഒരു രാജ്യം, ഒരു സംസ്ഥാനമാണ് എന്ന് നിങ്ങൾക്ക് ഏവർക്കും അറിയാം. ഇവിടെ എല്ലാവർക്കും വെള്ളം കൊടുക്കുന്നതിനെ കുറിച്ചും, എല്ലാവർക്കും സൗജന്യമായി ഇലക്ട്രിസിറ്റി കൊടുക്കുന്നതിനെ കുറിച്ചും, വീട് വെച്ച് കൊടുക്കുന്നതിനെ കുറിച്ചും ഒക്കെ നിങ്ങൾ ഇവിടെ സൂചിപ്പിച്ചല്ലോ. ഈ കേരളത്തിൽ MN ഭവന പദ്ധതി തുടങ്ങി കാലാകാലങ്ങളിൽ മുഴുവൻ ജനതയ്ക്കും വീട് വേണമെന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ ഗവൺമെന്റുകൾ അധികാരത്തിൽ വന്നപ്പോഴൊക്കെ തന്നെ നമുക്ക് വീട് വെക്കാനുള്ള പദ്ധതികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കിവിടെ സൗജന്യ കക്കൂസ്, അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം ഇവിടെ പെട്രോളിനും ഡീസലിനും വില വർദ്ധിപ്പിച്ചപ്പോൾ ഇവിടെ കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ ഇറങ്ങി യാത്ര ചെയ്തുകൊണ്ട് പറഞ്ഞത് ഇതെല്ലാം വില വർദ്ധിപ്പിക്കുന്ന നാട്ടിലെ ജനങ്ങൾക്ക് കക്കൂസ് ഉണ്ടാക്കാനെന്നാണ്. ഇവിടെ കക്കൂസിനൊന്നും ഒരു കുറവില്ല. നമ്മുടെ നാട്ടിൽ അത്തരത്തിലുള്ള എല്ലാ സംവിധാനങ്ങളോടുകൂടി പൗരന്മാർ വളരെ മനോഹരമായി അധിവസിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. വിദ്യാഭ്യാസ മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ, സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളുടെ മേഖലയിൽ അങ്ങനെ പരിശോധിച്ചാൽ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി എന്നും നിലകൊണ്ടിട്ടുള്ള ഇടതുപക്ഷ ഗവൺമെന്റ് ആണ് ഈ കേരളം ഭരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഇടതുപക്ഷത്തിന്റെ ഗവൺമെന്റിന്റെ പ്രവർത്തനം കൂടി വിലയിരുത്തട്ടെ എന്ന് ഞങ്ങൾ പറയുന്നു. കാരണം കഴിഞ്ഞ കാലങ്ങളിൽ ജനങ്ങളോടൊപ്പം ഏത് ആപത്ഘട്ടങ്ങളിലും ഒരേ മനസ്സോടെ ഒരുപോലെ നിന്നത് ഇടതുപക്ഷ പ്രസ്ഥാനമാണെന്ന് ഇവിടുത്തെ ജനത എന്നും അടിവരയിട്ട് പറഞ്ഞു. അതുകൊണ്ടാണ് രണ്ടാമത് LDF ഗവൺമെന്റ് ഈ കേരളത്തിൽ അധികാരത്തിൽ വന്നത്. അന്നാണ് പലരും സ്വപ്നങ്ങളുമായി താമര വിരിയിക്കുവാൻ നാടടങ്കം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് തരത്തിൽ അവരുടെ എല്ലാവിധ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട്, ഇപ്പോൾ ഇവിടെ അറിയാലോ, ഇന്നിപ്പോൾ ഞാൻ രാവിലെ പത്രം വായിച്ചിട്ട്, നിങ്ങൾ എല്ലാവരും പത്രം വായിക്കുന്നവരാണ്, പത്രത്തിന്റെ മുൻപേജിൽ വരുന്ന വാർത്തകൾ കാണുമ്പോൾ അതിശയം തോന്നും. ഇത്രയും പരസ്യം കൊടുക്കുവാൻ ഈ BJPയുടെ ഗവൺമെന്റിന്, ഈ BJPക്ക് എവിടെ നിന്നാണ് പണം? എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ നാട്ടിലെ മുഴുവൻ ജനതയും, അല്ലെങ്കിൽ അത്തരത്തിൽ എല്ലാ വിധത്തിലുള്ള എൻഫോഴ്സ്മെന്റും ഉൾപ്പെടെയുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തി കൈക്കലാക്കിയ നമ്മുടെ പണമാണ് ഇന്നിപ്പോൾ പത്രപരസ്യ രൂപേണ ഓരോ ബൂത്തുകളിലും മറ്റിവിടെ സംവിധാനങ്ങളുടെ പണക്കൊഴുപ്പിന്റെ ഒരു രാഷ്ട്രീയം ഇന്നിവിടെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ സാധാരണക്കാരനോടൊപ്പമാണ്. ഇടതുപക്ഷ പ്രസ്ഥാനം സാധാരണക്കാരനോടൊപ്പം നിൽക്കുന്നതുകൊണ്ട് ഇവിടുത്തെ ജനങ്ങൾ യഥാർത്ഥ ജനപ്രതിനിധിയെ തിരിച്ചറിയും. ഉറപ്പായും ഞങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വലിയ ഭൂരിപക്ഷത്തോടുകൂടി, നിങ്ങൾ സൂചിപ്പിക്കണം, നിങ്ങൾ മനസ്സിലാക്കണം, സഖാവ് പന്ന്യൻ രവീന്ദ്രൻ MP ആയിരുന്ന കാലഘട്ടത്തിൽ നിന്ന് അതോടൊപ്പം തന്നെ ഈ വർഷവും ഈ പ്രാവശ്യവും ഇവിടെ ഇടതുപക്ഷത്തിന്റെ ഒരു വിജയം സുനിശ്ചിതമാണ്. അത് ഞങ്ങൾ അടിവരയിട്ട് ഉറപ്പിച്ചു കഴിഞ്ഞു. ജനങ്ങൾ ഞങ്ങൾക്ക് നൽകിയ ഗ്യാരണ്ടി അതാണ് എന്നിവിടെ സൂചിപ്പിക്കുന്നു. 3 മുന്നണികളുടെയും പ്രതിനിധികൾ അവരുടെ രാഷ്ട്രീയ നിലപാടുകൾ വിശദീകരിച്ചു കഴിഞ്ഞു.
ഞാൻ ഇടപെട്ടതേ ഇല്ല, കൃത്യമായിട്ട് അവരുടെ നിലപാടുകൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി വോട്ടർമാർക്ക് ചോദിക്കാനുണ്ട്, അവർക്ക് പറയാനുണ്ട്. തിരുവനന്തപുരം ഇക്കുറി ആരെ ചേർത്ത് പിടിക്കും? ജനഹിതമാണ് പരിശോധിക്കുന്നത്. അടുത്ത 1.5 മണിക്കൂർ ജനസഭയിൽ. വോട്ടർമാരിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ ഇടവേള, ഉടൻ തിരിച്ചെത്താം.